ഇപ്പോ നമ്മുടെ ഉമ്മത്തിൽ ധാരാളം ആളുകൾ സ്വന്തമായി ജീവൻ ഒടുക്കുന്ന വാർത്തകൾ ധാരാളമായി കേൾക്കുകയാണ്. ജീവിച്ച് ഒരു മനുഷ്യന് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗന്ദര്യം. ആ ജീവിതം അള്ളാഹുവിന്റെ ദീനിലായി നല്ല ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കേണ്ടതിന് പകരം ഓരോരുത്തർക്കും ഉണ്ടാകുന്ന തോന്നലുകളും അല്ലെങ്കിൽ ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ചിന്തകളും അങ്ങനെ ധാരാളമായി ഇപ്പോൾ നമ്മുടെ ഉമ്മത്തിൽ ഈ ആത്മഹത്യാ മരണനിരക്ക് ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും നമ്മൾ കണ്ടു, എറണാകുളം മെട്രോ റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, മലപ്പുറം ജില്ലയിലെ ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പർ എന്ന് പറയാം, അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ മുകളിൽ നിന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്, സ്വന്തം മരണം കൈവരിക്കുകയാണ്. അഊദുബില്ലാ. ഒരു കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിൽ അങ്ങനെ ഒരു ദുസ്വഭാവവും ദുശീലവും അങ്ങനെ ഒരു പ്രവണത ഒരു പ്രവർത്തനവും ഈ ഉമ്മത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോ സ്വന്തമായി ജീവൻ ഒടുക്കുന്ന ആളുകളുടെ എണ്ണങ്ങൾ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീൻ, ആ ദീൻ ഒരിക്കലും അതിനെ അംഗീകരിച്ചിട്ടില്ല. അവരുടെ വാസസ്ഥലം നരകമാണ് എന്ന കാര്യത്തിൽ അയിമ്മത്തുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. സ്വന്തമായി മരണം വരിക്കുക എന്നത് അള്ളാഹുവിന്റെ ദീൻ കർശനമായി എതിർത്ത കാര്യമാണ്. എന്ത് വിഷയമുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. ആ പരിഹാരങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് എത്തേണ്ടതിന് പകരം സ്വന്തമായി ജീവനൊടുക്കുന്ന ധാരാളം വാർത്തകൾ, വേദനാജനകമായ വാർത്തകൾ, സാരമായ പ്രശ്നത്തിന്റെ പേരിൽ, ഭർത്താവിന്റെ വീട്ടിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ, സാമ്പത്തികമായ പ്രശ്നങ്ങളുടെ പേരിൽ ഒക്കെ ജീവിതം ഒടുക്കുന്ന, അവസാനിപ്പിക്കുന്ന വല്ലാത്തൊരു വേദനാജനകമായ ഒരു പ്രവണത. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ അവസാന സമയം നീ നന്നാക്കി തരണേ അല്ലാ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ വലിയ അധ്വാനമുണ്ട്. ചെറിയ അധ്വാനമൊന്നും പോരാ. ആ വിഷയം തന്നെ പറയാൻ തന്നെ വലിയ പ്രയാസമുള്ള ഒരു വിഷയമാണ്. ഈമാൻ കിട്ടി മരിക്കുക എന്നത് വലിയൊരു ദൗത്യമാണ്. വലിയൊരു അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളതിന് വലിയ പ്രയത്നങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. നിരന്തരമായി അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നിരന്തരമായി ആ ഈമാനുള്ള മരണത്തിന് വേണ്ടി നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ വലിയൊരു കർത്തവ്യമാണ്, വലിയൊരു കടമയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ലോകത്ത് കോടാനുകോടി ജനങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ മെമ്പറായി തിരഞ്ഞെടുത്തവർ കുറഞ്ഞ ആളുകളാണ്. ആ കുറഞ്ഞ ആളുകൾ ലോകത്തെ ഭൂരിപക്ഷത്തിൽ നിന്ന് വളരെ കുറവാണ്. ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്തുണ്ടെങ്കിൽ അതിൽ അള്ളാഹു ഈമാൻ തന്നു എന്ന് പറയുന്ന വിഭാഗം ആ കോടി ജനങ്ങളിൽ നിന്ന് പരിശോധിച്ചു നോക്കിയാൽ അവരിൽ വളരെ കുറഞ്ഞ ഒരു സംഘമാണ്. ആ ആളുകളായി നമ്മൾ അള്ളാഹു തെരഞ്ഞെടുത്തു. ഇനി നമുക്ക് അങ്ങനെ തന്നെ മരിക്കണം. അതിന് അള്ളാഹിനോട് നന്നായി ആഗ്രഹം നിരന്തരമായി പറയണം. നല്ല പച്ച മലയാളത്തിലോ അള്ളാഹ് നിങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന ഭാഷയിലോ അള്ളാഹുവിനോട് നിരന്തരമായി പറയണം. അല്ലാ, എന്നെ നീ മൂമിനായി മരിപ്പിക്കണേ അല്ലാ, എന്നെ നീ മൂമിനായി മരിപ്പിക്കണേ അല്ലാ, എന്നെ നീ മൂമിനായിട്ടല്ലാതെ മരിപ്പിക്കരുതേ റബ്ബേ എന്ന് നിരന്തരമായി നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനോടുകൂടെ ഖൽബ് ലംഘി മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ പെടാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ.